ഹായ്, ഞാൻ ഷാന. ഞാനിപ്പോൾ രാജീവ് ഗാന്ധി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യൂത്ത് ഡെവലപ്മെൻറ്റ് ശ്രീപെരുമ്പത്തൂർ ചെന്നൈ PG സൈക്കോളജി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ ഫറൂഖ് കോളേജിലാണ് ചെയ്തിട്ടുള്ളത്, BSc സൈക്കോളജി. എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് മെൻറ്റർഷിപ്പ് എന്നുള്ളത്. എൻ്റെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഡിഗ്രി കഴിഞ്ഞ് CUT PG ആസ്പിറൻസ് ആയിരുന്നു. ഞാനും ഇതേപോലെ ലാസ്റ്റ് ഇയറിൽ PG ആസ്പിറൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ആ CUET എക്സ്പീരിയൻസ്, എൻ്റെ എക്സ്പീരിയൻസ് അവരോടൊത്ത് ഷെയർ ചെയ്യാൻ പറ്റി. അതുപോലെ അവർക്ക് മെൻറ്ററിങ് ചെയ്യാൻ പറ്റി. എനിക്കൊരു സൈക്കോളജി സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക, അവരൊക്കെ കുറേ മെൻ്റലി അവരെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. കുറേ കുട്ടികൾ എനിക്കിപ്പോൾ നല്ല ഫീഡ്ബാക്ക് തരുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ആ മൂമെൻറ്റ്സ് ആലോചിച്ചിട്ട്. അതുപോലെ എനിക്ക് 1-2 എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. എന്നോട് വന്നിട്ട് കുട്ടികൾ പറയും, മാം എനിക്ക് തീരെ പഠിക്കാൻ കഴിയുന്നില്ല, എനിക്ക് ആകെ കൺഫ്യൂസ്ഡ് ആണ്. കാരണം ലാസ്റ്റ് ടൈം ജോയിൻ ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യണം, എങ്ങനെ ആ സ്റ്റഡീസ് മെയിൻറ്റെയിൻ ചെയ്യണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റി. എനിക്ക് കുറച്ച് സപ്പോർട്ട് ചെയ്യാൻ പറ്റി. എനിക്ക് എങ്ങനെ തുടങ്ങണം, എങ്ങനെയൊക്കെ CUT എക്സാമിൻ്റെ സ്ട്രാറ്റജീസ് എങ്ങനെയൊക്കെയാണ്. കാരണം ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് ഇയർ ഒരു CUT ആസ്പിറൻ്റ് ആയതുകൊണ്ട് എനിക്ക് അവരെ ആ ഒരു കാര്യത്തിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റി. അതുപോലെ എനിക്ക് ഒരുപാട് സ്റ്റുഡൻസിന് CUET എന്ന എക്സാം ഉണ്ട്. പക്ഷെ അതിൻ്റെ അണ്ടറിലുള്ള ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണെന്നുള്ള, അതുപോലെ യൂണിവേഴ്സിറ്റീസിന് എങ്ങനെയാണ് എന്നൊന്നും അറിയണ്ടായിരുന്നില്ല. പിന്നെ കുറേ ആൾക്കാർക്ക് ഒരുപാട് ലോങ് ആണ്, അപ്പോൾ അവിടെ കുറേ പ്രശ്നങ്ങളാണ് എന്നുള്ള കാഴ്ചപ്പാടൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ എനിക്ക് മാറ്റി കൊടുക്കാൻ പറ്റി മെൻറ്റർഷിപ്പിലൂടെ. പിന്നെ ഈ മെൻറ്റർഷിപ്പിൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും നേരിടേണ്ടി വന്നൊരു മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ NTA ഇപ്രാവശ്യം ഒരു സിസ്റ്റമാറ്റിക് അല്ലാത്തതിൻ്റെ നല്ലൊരു പ്രശ്നം നമ്മൾ നേരിട്ടിട്ടുണ്ട്. എക്സാം സെൻറ്റേഴ്സ് ചേഞ്ച് ചെയ്തത്, അതുപോലെ 2-3 ഷിഫ്റ്റായിട്ട് എക്സാംസ് നടത്തിയത്, ഒരു സിസ്റ്റമാറ്റിക് അല്ലാതെ കുറേ ആൾക്കാർക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടി, കുറേ ആൾക്കാർക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടിയിട്ടില്ല, അവരുടെ എക്സാം ഡേറ്റിനല്ല കറക്റ്റായിട്ട് നടന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. കുട്ടികൾ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ കുട്ടികളൊക്കെ ഭയങ്കര പാനിക്കായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടിയിട്ട്, ബാക്കിയുള്ള മെൻറ്റേഴ്സിൻ്റെയും എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടിയിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് അത് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് ഞാൻ ഈ ഒരു 1.5 മന്ത് കൊണ്ട് മെൻറ്റർഷിപ്പ് എന്നതിൽ ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്.